എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 29 ശ്ലോകം 32, 33, 34, 35 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ ഗോപസ്ത്രീകളുടെ മറുപടി ഭഗവാനോടുള്ളത് തുടരുന്നു. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ സദാം പുരതോ മമ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32. യൽ പത്യപത്യസുഹൃദാം അനുവൃത്തി അംഗ സ്ത്രീണാം സ്വധർമ്മൈതി ധർമ്മവിദാത്വയോക്തം അസ്ത്വേവമേതദുപദേശപദേ ത്വയീശേ പ്രേഷ്ഠോ ഭവാൻ തനുഭൃതാം കില ബന്ധുരാത്മാ. ഭർത്തൃശുശ്രൂഷണം സ്ത്രീകളുടെ പരമധർമ്മമാണ്. അതുകൊണ്ട് വേഗം ഗോകുലത്തിലേക്ക് പൊക്കോളൂ, അത് ചെയ്തോളൂ, ഭർത്തൃശുശ്രൂഷ ചെയ്യൂ നിങ്ങൾ എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ ഉത്തരം പറയണം അവര്. ഹേ പൂജ്യനായുള്ളവനെ, സ്ത്രീകള് അനുഷ്ഠിക്കേണ്ടതായ പരമധർമ്മം പതി പുത്രാദികളുടെ ശുശ്രൂഷണം ആണെന്ന് അവിടുന്ന് പറഞ്ഞുവല്ലോ. സർവധർമ്മങ്ങളെയും ഉപദേശിക്കുന്ന പരമേശ്വരനായ അവിടുന്ന് അങ്ങനെ ഉപദേശിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ സർവശരീരങ്ങളിലും ആത്മാവായും ഹിതകർത്താവായി ഇരിക്കുന്നത് അവിടുന്ന് ആകയാൽ ദേഹികളുടെ പരമപ്രേമാസ്പദം അവിടുന്ന് തന്നെ, നിന്തിരുവടി തന്നെ ആണെന്നുള്ള സംഗതി അത് പ്രസിദ്ധമാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ്. ഉപദേഷ്ടാവായിരിക്കുന്ന നിന്തിരുവടി ഉപദേശിക്കുന്നതും യുക്തം തന്നെ. എന്നാൽ എല്ലാ ഉപദേശങ്ങളുടെയും ധർമാനുഷ്ഠാനങ്ങളുടെയും ഫലം ആത്മജ്ഞാനമാകുന്നു. ആത്മാവിനെ അറിഞ്ഞു ഉപാസിക്കാൻ വേണ്ടി ആത്മാവായ നിന്തിരുവടിയെ അറിയാത്തവരോട് ധർമ്മം ഉപദേശിക്കണം. അപ്പൊ ആ ഉപദേശിച്ചനുസരിച്ച് അവര് നടക്കണം. എന്നാലേ അപ്പോ അവർക്ക് അങ്ങയെ അറിയാനിട വരും. അപ്പൊ അവരുടെ ധർമാനുഷ്ഠാനങ്ങളുടെയും ഉപദേശ ശ്രവണങ്ങളുടെയും ഫലം അവർക്ക് സിദ്ധിക്കും. പക്ഷേ ഞങ്ങളിപ്പോ അങ്ങയുടെ മഹിമ അറിഞ്ഞവരാണ്. അതുകൊണ്ട് ഞങ്ങളോട് ചെയ്ത ഈ ഉപദേശം ലോകരക്ഷയ്ക്ക് ആവശ്യമായതുകൊണ്ട് അത് നിന്തിരുവടി തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഉപദേശം നൽകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഭോഗ്യ വിഷയങ്ങളെ അനുഭവിക്കുന്നവനില്ലെങ്കിൽ ഭോഗങ്ങളില്ല. അത് പ്രസിദ്ധ. എത്രയോ സ്നേഹിക്കുന്ന പതിപുത്രാദികളിൽ ആത്മാവില്ലെങ്കിൽ ആ വക ശരീരങ്ങളെ ഉടനെ ഗൃഹത്തിൽ നിന്ന് പുറത്താക്കി ദഹിപ്പിക്കുകയോ മറ്റോ ചെയ്യണു. ദേഹം പ്രേമാസ്പദമായി ഭവിച്ചിരിക്കുന്നത് ഭഗവാനെ അവിടുത്തെ സാന്നിധ്യ മഹിമ കൊണ്ടല്ലേ. അതുകൊണ്ട് സർവശരീരികൾക്കും പരമപ്രേമാസ്പദം നിന്തിരുവടി തന്നെ. ദേഹാദികളിലുള്ള സ്നേഹം മുഖ്യല്ല, മുഖ്യ പ്രേമാസ്പദം ആത്മാവ് തന്നെയാണ്. ആത്മാവ് അവിടുന്നാണ്. അതുകൊണ്ട് അങ്ങേ തന്നെ ഞങ്ങൾ മുഖ്യ പ്രേമാസ്പദം എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് സർവശരീരികളുടെയും ഹിതകർത്താവും ആത്മാവുമായിരിക്കുന്നത് നിന്തിരുവടി തന്നെ എന്ന് അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ ശ്രേഷ്ഠനായി ധരിച്ചിരിക്കുന്നത് കൊണ്ട് നിന്തിരുവടിയെ മാത്രമല്ലാതെ മറ്റാരെയും ഞങ്ങൾ ഇനി ആശ്രയിക്കില്ല. അതാണ് അവര് പറഞ്ഞതിന്റെ സാരം. നവാ അരേ പത്യു കാമായ പതി പ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതി പ്രിയോ ഭവതി. പതിയെ സ്നേഹിക്കുന്നത് ആത്മസംബന്ധം നിമിത്തമാണ്. ആയതുകൊണ്ട് ആത്മാവ് തന്നെ പ്രിയരൂപൻ എന്നുള്ള ശ്രുതിവാക്യം ഇവിടെ പ്രമാണമായിട്ട് പറഞ്ഞിരിക്കണു. അവര് ഈ ഗോപികൾക്ക് ഇത്ര ജ്ഞാനമുണ്ടോ എന്നാണ് ശങ്ക എങ്കിൽ അവരിൽ ചിലര് ശ്രുതി ദേവതകളാണ്, മറ്റു ചിലര് ഋഷികളുടെ അവതാരങ്ങളാണ്, വേറെ ചിലര് ദേവികളാണ് എന്നൊക്കെ മുൻപ് പറഞ്ഞുല്ലോ. അത് ഓർമ്മ വയ്ക്കണം. നിരതിശയ പ്രേമരൂപനായ ആത്മാവിനെ അറിഞ്ഞവരാണ് ആ ഗോപസ്ത്രീകള്. അവർക്ക് നല്ല ജ്ഞാനമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ വാക്കുകൾ. കുറുവന്തിഹി ത്വയിരതിം കുശലാസ്വാത്മൻ നിത്യപ്രിയേ പതിസുതാദിപിരാർത്തിത
ഭക്തിദൈക്യം തന്ന പ്രസീദ പരമേശ്വര മാസ്മചിന്യ അശാംപ്രതാം ത്വയി ചിരാരവിന്ദനേത്ര. ഇങ്ങനെ എല്ലാവരും ആത്മാവിനെ തന്നെ ഉപാസിക്കേണ്ടതാകുന്നു. അത് തന്നെ സദാചാരം എന്ന് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും ഗോപസ്ത്രീകള് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ശാസ്ത്രസാരം അറിഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാര് നിരതിശയ പ്രേമസ്വരൂപനായും സ്വാത്മാവായും ഇരിക്കുന്ന നിന്തിരുവടിയിൽ തന്നെ സർവദാ അവരുടെ പ്രേമബന്ധം ഉറപ്പിക്കുന്നു. നിത്യ ദുഃഖപ്രദങ്ങളായ ഭർത്തൃപുത്രാദികളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഹേ പരമേശ്വര, ഹേ താമരസാക്ഷ, നിന്തിരുവടിയിൽ വളരെ കാലമായി ഉറപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയബന്ധത്തെ നശിപ്പിക്കരുത്. അത് ദൃഢമായി ഭവിക്കാൻ നിന്തിരുവടി ഞങ്ങളെ അനുഗ്രഹിക്കണേ. അതാണ് ഭർത്തൃപുത്രാദികളിലെ സ്നേഹം ശരീരത്തെ ആത്മബുദ്ധി ഉറപ്പിക്കുന്നതിന്റെ ഫലമാണ്. ജഡമായ ദേഹത്തിൽ അഹന്താമമതാദി ഭാവങ്ങൾ ഉറയ്ക്കും തോറും ജനന മരണ ദുഃഖങ്ങളും മേൽക്കുമേലിങ്ങനെ വർദ്ധിച്ചു വരും. ഇത് സാധാരണ അജ്ഞന്മാർക്ക് പരോപദേശം കൂടാതെ തന്നെ മനസ്സിലാവും. നിന്തിരുവടിയുടെ പാദ പത്മഭക്തി ആകട്ടെ എത്രയോ ശ്രദ്ധിക്കുന്നവർക്ക് കൂടി കിട്ടാൻ പ്രയാസാണ്. വേദാന്ത ശാസ്ത്രസാരം ഗുരുമുഖത്തിൽ നിന്ന് കേട്ട് മനനം നിധിധ്യാസനം മുതലായിട്ടുള്ള നിത്യാഭ്യാസങ്ങളാൽ ആ അറിവിനെ പ്രബലപ്പെടുത്തുന്ന പണ്ഡിതന്മാര് മാത്രം ശരീരഭാവനകൾ ഉപേക്ഷിച്ച് സർവാന്തര്യാമിയായിരിക്കുന്ന നിന്തിരുവടിയെ ആശ്രയിക്കണം. അങ്ങനെ ജന്മസാഫല്യം വരുത്തുന്ന ഭഗവത്പാദ ഭക്തി പരമേശ്വരനായ നിന്തിരുവടിയുടെ മനോഹരമായ കടക്കൺ നോട്ടത്താൽ ഞങ്ങൾക്ക് കുറെ കാലമായി വർദ്ധിച്ചു വരുന്നതിനെ പ്രബലപ്പെടുത്തി നിത്യ ദുഃഖപ്രദങ്ങളായ പതിപുത്രാദി സ്നേഹപാശങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടർത്തി അനുഗ്രഹിക്കാൻ ഹേ താമര സാക്ഷ നിന്തിരുവടി കടാക്ഷിക്കണേ. അതാണ് ഗോപികൾ പറഞ്ഞതിന്റെ സാരം. ആ കുൽസിത രതിസുഖം നൽകണമെന്നല്ല, സംസാര ദുഃഖ നിവൃത്തി വരുത്തുന്ന ശ്രീപാദഭജനം സാധിപ്പിക്കണം, അതിന് കരുണയുണ്ടാവണം എന്നാണ് അവരുടെ പ്രാർത്ഥന എന്ന് തുറന്നു പറഞ്ഞു. അത് മറക്കണതുകൊണ്ട് മാത്രമാണ് ഈ സാധാരണക്കാർക്ക് അവര് മനസ്സിലാക്കാൻ സാധിക്കാണ്ട് വരുന്നത്. ചിത്തം സുഖേന ഭവതാപഹൃതം ഗൃഹേഷു യന്യവിശത്യുത കരാവപി ഗൃഹ്യ കൃത്യേ പാദോ പദം ന ചലത തവ പാദമൂലാൽ യാമക്കഥം വ്രജമധോ താമസിക്കേണ്ട, ഗോകുലത്തിലേക്ക് വേഗം പൊക്കോളൂ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞതിന് സമാധാനം പറയാണ്. ഗൃഹകാര്യങ്ങളിൽ ഇതുവരെ സുഖബുദ്ധിയോടെ പ്രവേശിച്ചിരുന്ന മനസ്സിന് നിത്യസുഖരൂപനായ നിന്തിരുവടി അപഹരിച്ചു. ഞങ്ങളുടെ മനസ്സിന് ഗൃഹോചിത കർമ്മങ്ങളിൽ പ്രവേശിച്ചിരുന്ന കൈകളെയും അങ്ങ് അപഹരിച്ചു. ഗൃഹകാര്യം നിർവഹിക്കാൻ അങ്ങും ഇങ്ങും അലഞ്ഞു നടക്കുന്ന കാലുകളെയും അങ്ങ് അപഹരിച്ചു. ഇപ്പോ നിന്തിരുവടിയുടെ പാദപത്മത്തെ ഉപേക്ഷിച്ച് ഒരടി പോലും കാലുകൾ ഇളകണില്ല. ഞങ്ങൾ എങ്ങനെയാണ് വ്രജത്തിൽ പ്രവേശിക്കേണ്ടത്? എങ്ങനെയാണ് ഞങ്ങൾ ഇനി വ്രജത്തിലേക്ക് പോകേണ്ടത്? പറയൂ. ഇതുവരെ യഥാർത്ഥ സുഖം ഇന്നതെന്ന് അറിയാതെ മനസ്സും ഇന്ദ്രിയങ്ങളും ഗൃഹകാര്യങ്ങളിൽ പ്രവേശിച്ചിരുന്നു. ഇപ്പോ പരമപ്രീതി സ്വരൂപനായ നിന്തിരുവടിയിൽ നിന്നല്ലാതെ സുഖം ഗൃഹകാര്യങ്ങളിൽ നിന്ന് സിദ്ധിക്കില്ല എന്നറിഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് വ്രജത്തിൽ ഇനി എന്താ കാര്യം? വണ്ടികളിലോ മറ്റോ ഇട്ട് അടച്ച് ഞങ്ങളെ വ്രജത്തിൽ പിടിച്ചു കെട്ടിയാൽ തന്നെ മനസ്സും ഇന്ദ്രിയ വ്യാപാരങ്ങളും അങ്ങേ ലയിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അവിടെ എന്താണ് ചെയ്യാൻ പോണത്? വ്രജത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. സുഖത്തെ ആഗ്രഹിച്ചു തന്നെ എല്ലാവരും പ്രവർത്തിക്കണം. സുഖം ഇന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ ആ സ്ഥാനം വിട്ട് മറ്റെങ്ങാനും മനസ്സ് പോകുമോ? ധനം ആഗ്രഹിച്ച് പല ദിക്കിലും കിളച്ചു ബുദ്ധിമുട്ടിയ ഒരാള് നിധി കിടക്കുന്ന സ്ഥലം ഭാഗ്യവശ അറിഞ്ഞാൽ പിന്നെ മറ്റൊരു ദിക്ക് കിളയ്ക്കോ? ഒരിക്കലുമില്ല. അതുപോലെ ഇതുവരെ സുഖരൂപനായ നിന്തിരുവടിയെ ആശ്രയിക്കാതെ ഗൃഹകാര്യങ്ങളിൽ പ്രവേശിച്ച ഞങ്ങൾക്ക് അവിടെ സുഖമില്ലെന്നും യഥാർത്ഥ സുഖം അവിടുന്നാണെന്നും അറിവുണ്ടായി. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വ്രജഗമനം അസാധ്യമാണ്. അതാണ് അവര് പറഞ്ഞതിന്റെ സാരം. അപ്പൊ രസികയായിട്ടുള്ള ഒരു ഗോപിക പറഞ്ഞിരിക്കുന്നത് നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ആ ഗോപിക പറയാണ്, ഹേ അരവിന്ദ നേത്ര, ഞങ്ങൾക്ക് ഇവിടെ വേറെ കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ മനസ്സിനെ അതില് പ്രവേശിക്കാൻ സമ്മതിക്കാതെ അങ്ങ് അപഹരിച്ചു കൊണ്ടുവന്നു. ഞങ്ങളുടെ മനസ്സിന്റെ സഹായം കൂടാതെ കൈയും കാലും ഒക്കെ പ്രവർത്തിക്കാൻ പറ്റുമോ? അവയവങ്ങളെ മാത്രം അവിടെ വെച്ചിട്ട് എന്താ പ്രയോജനം?
മനസ്സിനെ അപഹരിച്ച ആ മഹാകള്ളനെ കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നു ചേർന്നത്. ആ കള്ളനെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നു ചേർന്നത്. കള്ളൻ ആരെയാണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങ് തന്നെയാണെന്ന്. അതെങ്ങനെ മനസ്സിലായതെന്ന് വെച്ചാൽ, കണ്ട മാത്രത്തിൽ മനസ്സിന്റെ സഹായികളായ കൈകാലുകളെയും ചലിക്കാൻ പാടില്ലാത്ത വിധം അങ്ങ് ഇവിടെ പിടിച്ചു നിർത്തിയ അനുഭവം ഞങ്ങൾക്ക് ഇപ്പോഴുണ്ടായി. അതേവരെ മനസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്താ, കൈയും കാലും ഒന്നും ചലിക്കാണ്ടേ. ഉച്ചാടനം, സ്തംഭനം മുതലായ തന്ത്രങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്ന വീരചോരനായ അങ്ങയുടെ പണി കൊള്ളാം. അല്ലെ, മന്ത്രവാദം ചെയ്തിട്ട് ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കണ്ട, വ്രജത്തിലേക്ക് പൊക്കോളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞാലേ ഞങ്ങൾ എങ്ങനെ പോകും? അവിടെ പോയിട്ട് എന്തു ചെയ്യാനാ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഈ പ്രവൃത്തിയും വാക്കും അന്യോന്യം ചേർച്ചയില്ല. ഞങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് മന്ത്രവാദം ചെയ്ത് സ്റ്റാച്ചു പോലെ നിർത്തിയിട്ട് പൊക്കോളൂ പൊക്കോളൂ വ്രജത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പോകും? സർവേന്ദ്രിയങ്ങളുടെയും നാഥനായിരിക്കുന്ന പരമാത്മാവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന മനസ്സ് മുതലായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അജ്ഞന്മാർ ദുഃഖരൂപമായ ഗൃഹകൃത്യത്തിൽ വ്യാപരിക്കുന്നു. ഭക്തന്മാരാകട്ടെ അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് പ്രീതി ഹേതുക്കളായ വ്യാപാരങ്ങളിൽ ഏർപ്പെടുത്തുന്നു. അത് ഗോപികൾക്ക് ശ്രീകൃഷ്ണനെ വിട്ടുപിരിയാൻ സാധിക്കില്ലെന്ന് അവര് പറഞ്ഞതിന് യാതൊരു ദോഷവുമില്ല. ഇതാണ് ഭക്തിയുടെ മുഖ്യ ലക്ഷണം. ഇതിനെയാണ് പരാഭക്തീശ്വരേ എന്ന സൂത്രത്തിലെ ശാണ്ഡില്യ മഹർഷി പറഞ്ഞിരിക്കുന്നത്. സിഞ്ചാംഗനസ്തരാമൃതപൂരകേണ ഹാസാവലോക കളഗീതജഗൃച്ഛയാഗ്നിം നോചേത്വയം വിരഹജാഗ്നിവയുക്തദേഹ ധ്യാനേന യാമപദയോഃ പദവിം സഖേതേ. ഹേ പ്രിയരൂപ, നിന്തിരുവഴിയുടെ അധരാമൃത പ്രവാഹത്താൽ ഞങ്ങളുടെ കാമാഗ്നിയെ ശമിപ്പിക്കണേ. ആ അഗ്നി ആ അമൃതപ്രവാഹം കൊണ്ടല്ലാതെ ശമിക്കില്ല. അതിനെ കെടുക്കാൻ മറ്റാര് വിചാരിച്ചാലും സാധിക്കുന്നതുമല്ല. എന്തുകൊണ്ടെന്നാൽ അതുണ്ടാക്കിയിരിക്കുന്നത് നിന്തിരുവടിയുടെ മനോഹരമായ പുഞ്ചിരിയോടുകൂടിയ നോട്ടത്താലും അവ്യക്തമധുരമായ വേണുഗാനത്തിന്റെ ശ്രവണത്താലുമാണ്. അതുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തി നിമിത്തമുണ്ടായ കാമാഗ്നിയെ അങ്ങ് തന്നെ നശിപ്പിക്കേണ്ടത്, അതാണ് ന്യായം. അങ്ങനെ ശമിപ്പിക്കാതിരുന്നാൽ കാമാഗ്നിയാൽ ശുഷ്കിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദേഹങ്ങൾ വിരഹാഗ്നിയിൽ ഭസ്മീകരിച്ച ശേഷം ഞങ്ങൾ ധ്യാനമാർഗത്തിൽ കൂടി അങ്ങയോട് ചേർന്നുകൊള്ളാം. യാന്തേ മതി സാഗതി, അവസാനത്തിൽ യാതൊരു മതി ഉണ്ടാകുന്നുവോ അതിനനുസരിച്ച് ഗതി സിദ്ധിക്കുമെന്ന് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെ ഞങ്ങൾക്ക്, അതാണ് ഗോപശ്രീകൾ പറയുന്നത്. നിന്തിരുവഴി പ്രേമാമൃത സമുദ്രം. ഞങ്ങളുടെ പ്രേമാമൃത നദികൾ അവയുടെ ഉൽപ്പത്തി സ്ഥാനത്ത് എത്താതെ ഒഴുക്ക് നിൽക്കില്ല. സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നദികളുടെ നാമരൂപങ്ങളും പ്രത്യേക രസവും ഒക്കെ നശിച്ചു. പിന്നെ അതൊക്കെ സമുദ്രം തന്നെയായി അല്ലേ. അപ്പൊ സമുദ്രാഭിന്നത അവയ്ക്ക് സിദ്ധിച്ചു. അതുപോലെ ഞങ്ങളും പ്രേമാമൃതാബ്ധിയിൽ ലയിക്കുമാറാകണം എന്നാണ് ആ ഗോപസ്ത്രീകളുടെ പ്രാർത്ഥനയുടെ സാരം. എപ്പോ ഭഗവാൻ സൃഷ്ടി ചെയ്യാൻ ഇച്ഛിച്ചോ അപ്പോ തന്നിൽ ലയിച്ചിരിക്കുന്ന പ്രകൃതിയെ ഭഗവാൻ ഒന്ന് കടാക്ഷിച്ചു. ആ പ്രകൃതി തന്നെയാണ് മന്ദഹാസം, ഭഗവാന്റെ മന്ദഹാസം. അതിന്റെ നോട്ടം തന്നെ ലോക സൃഷ്ടിക്ക് കാരണം. എപ്പോ ലോകമുണ്ടായോ അപ്പോ ആധ്യാത്മികാദി താപസ്ത്രയവും ഉണ്ടായി. അതിനാൽ ഭഗവത് കടാക്ഷ നിമിത്തമുണ്ടായ ലോകത്തിന്റെ സ്വാഭാവികമായ ദുഃഖം ശമിക്കണമെങ്കിലും ഭഗവാന്റെ കടാക്ഷം തന്നെ ഉണ്ടാവാനും ഇല്ലാതാവാനും ഭഗവത് കടാക്ഷം കാരണം. ആ അഗ്നി എപ്പോഴും ഹൃദയത്തിലിരിക്കുന്നതാകയാൽ ഹൃദയത്തിൽ ശയിക്കുന്ന അഗ്നി ആധ്യാത്മികാദി താപത്രയമാകുന്ന അഗ്നി തന്നെയാണ്. വിഷയചിന്തകൾ നിമിത്തം വർദ്ധിക്കുന്ന ആ താപാഗ്നി ഭഗവത് ധ്യാനം നിമിത്തം ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന നിജാനന്ദമാകുന്ന അമൃതവർഷത്താൽ മാത്രമേ ശമിക്കുകയുള്ളൂ. ആ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് സ്പഷ്ടമായിട്ട് പ്രകാശിപ്പിക്കുകയാണ് ഗോപസ്ത്രീകള് ഈ ശ്ലോകത്തിൽ കൂടി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.